കണ്ണൂരിൽ കുഞ്ഞികൃഷ്ണനെ പോലെയോ അതല്ലെങ്കിൽ പി കെ ശ്യാമയുടെ വിവാദം വന്നപ്പോഴോ അതല്ലെങ്കിൽ ടി കെ ഗോവിന്ദൻ്റെ പ്രശ്നം ഇതിലൊക്കെ വരുമ്പം ഈ കണ്ണൂർ കോട്ടകൾ ഇളകുന്നു എന്ന രീതിയിലുള്ള ഈ പാർട്ടിയുടെ ഇത്രയും കാലത്തെ കോട്ടകൾ കിളക്കം തട്ടുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം ചില ഏരിയകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കോട്ടകൾ കിളക്കം തട്ടുന്നുണ്ടോ? നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്നാണല്ലോ ഈ സംസാരിക്കുന്നത്. കണ്ണൂർ നമുക്കറിയാലോ, ഇതുപോലെ തന്നെ നല്ല കരുത്തുള്ളൊരു ജില്ലയാണല്ലോ കണ്ണൂർ. സ്വാഭാവികമായിട്ട് എതിരാളികൾ നല്ലതുപോലെ ലക്ഷ്യം വെക്കുന്നതാണ് കണ്ണൂരിന്. നല്ല മാതൃകാപരമായി തന്നെ സഖാക്കളും പാർട്ടിയും കരുത്തോടെ അതിനെ നേരിട്ട് വന്ന ചരിത്രമാണ് കണ്ണൂരുള്ളത്. ഒന്നിനും ഒലക്കാൻ കഴിയാത്ത ഒരു പാർട്ടി കരുത്ത് അതിവിടെ നിലനിന്നിരുന്നു. പക്ഷേ കാലത്തിൻ്റെ ഒരു മാറ്റത്തിനനുസരിച്ച് ചില ദൗർബല്യങ്ങൾ വരുന്നു എന്നാണ് കാണേണ്ടത്. അത് ഒറ്റപ്പെട്ടതാണെങ്കിലും സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ. ഒരാൾ ചിന്തിക്കുന്നു അയാൾക്ക് സ്ഥാനാർത്ഥിയാകണമെന്ന്, അയാൾ തന്നെ പറയുകയാണ് ഈ ആലോചന നടക്കുമ്പോൾ ഒരാളും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല. എനിക്ക് ഇത്ര കാലത്തെ സർവീസുണ്ട്, ആരും എൻ്റെ പേര് പറഞ്ഞില്ല, എന്താണ് എനിക്ക് അയോഗ്യത? അല്ല, അതൊരു ഒതുക്കലിൻ്റെ ഭാഗമായിരുന്നു. അല്ല, അങ്ങനെയൊരു അവസ്ഥ ഇപ്പോൾ പാർട്ടിയിലില്ല. സ്വതന്ത്രമായി കാര്യങ്ങൾ പറയല്ലേ. ഒരു തളിപ്പറമ്പ് പോലൊരു സ്ഥലത്ത് ഒരു മഹിളാ സ്ഥാനാർത്ഥി വേണം എന്ന് കണ്ടപ്പോൾ അവിടെയുള്ള ഏറ്റവും അംഗീകാരമുള്ള ഒരു വനിതയെ സ്ഥാനാർത്ഥിയെ അവർ പ്രപ്പോസ് ചെയ്യുന്നു. അതാണല്ലോ ഉണ്ടായത്. അപ്പോൾ മറ്റാളുകളെ സാധാരണക്ക് പരിഗണിക്കില്ലല്ലോ. അതിനോട് യോജിച്ച് നിൽക്കാതെ തന്നെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസുമായിട്ട് ആലോചനക്ക് പോയി, എന്നിട്ട് അവരുടെ പിന്തുണയോടെ മത്സരിക്കുകയാണല്ലോ ഇപ്പോൾ. എന്തൊരു ഗതികേടാണെന്ന് നോക്കണം. പാർട്ടി ശത്രുക്കളുടെ കൂടെ പോയി കയ്യിലെ കോടാലിയായിട്ട് മാറിയിരിക്കുകയല്ലേ. പാർട്ടിയെ ആക്രമിക്കാനുള്ള ഒരായുധമായി സ്വയം മാറിക്കൊടുക്കില്ലേ ഇതല്ലേ വന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.